ഹലോ. കുമ്പളങ്ങയും ചേനയും കായും വെച്ച് നമുക്കൊരു മോര് കൂട്ടാൻ വെച്ചാലോ? അപ്പോൾ ഇതേ ഞാൻ എല്ലാ കഷ്ണങ്ങളും കൂടി ഇത് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും വലിയ സ്പൂണിന് ഒരു 1.5 സ്പൂൺ അല്ലെങ്കിൽ എരിവ് വേണ്ടവർക്ക് 2 സ്പൂൺ വരെ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ കൂട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിതേ നേരെ മൂടി അടുപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് അടുപ്പിൽ വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാനിതേ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും നല്ല ജീരകമല്ലേ, ചെറിയ ജീരകം, അതും കൂടെ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 പാക്കറ്റ് മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കറിയിലേക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് മോരൊഴിക്കുന്നതിന് പകരം ഞാനിതേ ഇതിലേക്ക് തന്നെ മോരൊഴിച്ചിട്ടാണ് ഈ തേങ്ങ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഇതേ നമ്മുടെ വിസിലൊക്കെ വന്ന് പോയി കറി സെറ്റായിട്ടുണ്ട്. ഇനി അത് തുറന്ന് കൊടുത്തിട്ട് ഇതേ ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടുപ്പിലേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഞാൻ നേരെ നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലിനി അധികം വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കൂട്ടാൻ കുറച്ച് കുറുന്നനായിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ ഇതേ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ സമയം തന്നെ ഇത് തിളപ്പിക്കാൻ വേണ്ടി വെച്ച്. അപ്പോൾ ഇതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കടുക് വറുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചട്ടിയിൽ ഇതേ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് പൊടിച്ചിട്ടാണ് നമ്മളിത് താളിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.